നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു മൊമൻറ്റം ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഈ ക്യാൻഡിലിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ ഇവിടുത്തെ വോളിയങ്ങളും കാണാതെ നമുക്ക് മനസ്സിലാകും ഇത് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിലേക്കാണ് ഇത് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ചനുസരിച്ച് ഈ ഒരു ലൈൻ, അതായത് 23,470 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് നമുക്കൊന്ന് കിട്ടുന്നത് 23,290 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലായിരിക്കും അടുത്തൊരു സപ്പോർട്ടുള്ളൂ. ഏകദേശം 10-200 പോയിൻറ്റോളം ഏകദേശം ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കാണിച്ച ഈ ഫിബോനാച്ചിയുടെ ലെവൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 618 എന്ന് പറയുന്ന ലെവലിന് മുകളിലേക്ക് പോകാത്തിടത്തോളം കാലം ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയായിരിക്കും ഈ ഒരു ഇൻഡെക്സ്, അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ കൈപ്പിടിയിൽ മാത്രമായിരിക്കും ഈ ഒരു ഇൻഡെക്സ് നമുക്ക് കരുതാവുന്നതാണ്. എന്താണെങ്കിലും ഈ പറയുന്ന 618 എന്ന് പറയുന്ന റേഞ്ച്, അതായത് 23,890 അല്ലെങ്കിൽ 23,900 എന്നുള്ള റേഞ്ചിലേക്ക് മുകളിൽ പോകുന്നിടം വരെ ബയേഴ്സിന് യാതൊരു തരത്തിലൊരു ഒരു അപ്പർ ഹാൻഡും ഈ ഒരു ഇതിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് നേരെ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും നല്ല ഒരു മൊമെൻറ്റം ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സെല്ലേഴ്സിൻ്റെ ഒരു വോളി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാകാൻ പറ്റും. നമ്മൾ സെൻസിബിളിൻ്റെ സൈറ്റിലാണ് നിൽക്കുന്നത്. ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സിലുള്ള അവരുടെ പൊസിഷൻ നോക്കി ഇന്നത്തെ ഡേറ്റിൽ 9 ജനുവരിയിൽ ഇന്നത്തെ പൊസിഷൻ സ്ട്രോങ് ബെയറിഷ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 8-ാം തീയതി വന്നപ്പോഴത്തേക്കും ഇന്നലെയും സ്ട്രോങ് ബെയറിഷ് ആണെന്ന് കാണിച്ചിരിക്കുന്നത്. 7-ാം തീയതി വന്നപ്പം 7-ാം തീയതി സ്ട്രോങ് ബെയറിഷ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നാളെയും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മോറോവർ നാളെ ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. സോ അതിൻ്റെതായിട്ടുള്ള പൊതുവെ വീക്കെൻഡുകൾ ഒരു ബെയറിഷ്നെസ് ആണ് കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിൻ്റെ അപ്പർ ഹാൻഡാണ് പൊതുവെ കാണിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം കൂട്ടി വെച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ബെയറിഷ് മോഡിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഇൻഡെക്സുകൾ ഇപ്പം ഞാൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ഇതിനകത്ത് കാണിക്കുന്നില്ല, നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ബെയറിഷ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ അതിലൊരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കാര്യങ്ങൾ മൊത്തത്തിൽ ചിലപ്പോൾ തകിടം മറിഞ്ഞിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നോക്കാം നാളെ എങ്ങനെ മാർക്കറ്റായി തീരുമെന്നുള്ളത്. Okay then, thank you.